അല്ലെങ്കിൽ 90 വയസ്സായ ആളെ 18 വയസ്സുകാരത്തി പെൺകുട്ടിക്ക് കല്യാണം കഴിച്ചു കൊടുത്തൂടെ? ആ സമയം വരുമ്പോൾ എല്ലാവരും പറയും അത് പാടില്ല, അത് പാടില്ല, അത് പാടില്ല. 100% സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു നുണയാണ്. അതിലൊരു ശാസ്ത്രമില്ല, അതിലൊരു മണ്ണാങ്കട്ടയില്ല. അപ്പോൾ നിയമപരമായിട്ട് തന്നെ അത്തരം ആൾക്കാർക്ക് സെക്സിൽ ഏർപ്പെടാനുള്ള സാധ്യത ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, എൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് സ്വവർഗരതിയുടെ കാണാപ്പുറങ്ങൾ എന്നതായിരുന്നു. അത് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത് എങ്ങനെയാണോ ഒരു ഗവേഷകൻ ഒരു വിഷയത്തെ സമീപിക്കേണ്ടത് എന്ന കൃത്യം മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഞാൻ ആ വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിൽ ചില കുറവുകളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ അതിൽ നടത്തിയിട്ടുള്ളത് ഒരു റിവ്യൂ ഓഫ് ലിറ്ററേച്ചറാണ് ആദ്യമായിട്ട് ഞാൻ ചെയ്തത്. അതായത് സ്വവർഗരതിയെക്കുറിച്ചുള്ള മുൻകാല പഠനങ്ങളുടെ പശ്ചാത്തലങ്ങൾ എന്താണ്. അതിൽ 3 ആളെ കൃത്യമായിട്ട് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്ലാറ്റോയുടെ സിമ്പോസിയം, സിമോൺ ഡിയുടെ സെക്കൻഡ് സെക്സ്, മൂന്നാമതായിട്ട് ഫ്രോയിഡിൻ്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചതിന് ശേഷം എൻ്റെ ഒരു തിസീസ് അവതരിപ്പിക്കുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ആ തിസീസിനെ ചില സുഹൃത്തുക്കൾ എന്നോട് ചില കമൻസ് അതിനെതിരെ പറഞ്ഞു. അപ്പം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കമൻസിനെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എൻ്റെ മുൻപത്തെ വിഷയത്തെ തന്നെ ഒന്ന് പരിഷ്കരിച്ച് ഒരു പുതിയ തിസീസ് അവതരിപ്പിക്കുകയാണ്. അങ്ങനെയാണ് അറിവ് വളരുക. അതാണ് ഗവേഷണത്തിൻ്റെ ശാസ്ത്രീയ രീതി. എൻ്റേത് പൂർണ്ണാവില്ല, ഒരിക്കലും പൂർണ്ണാവില്ല. അപ്പം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് എൻ്റെ തന്നെ കാഴ്ചപ്പാടിനെ ഞാൻ തിരുത്തുന്നു. ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ അവതരിപ്പിച്ചതിൽ ഒരു ചെറിയ അപാകത സംഭവിച്ചു. എന്താണ്? മനുഷ്യ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളിലൂടെയാണ് മനുഷ്യൻ ലെസ്ബിയനും ഹോമോസെക്ഷലും നോർമൽ സെക്ഷുവാലിറ്റിയിലും ഒക്കെ മാറുന്നത് എന്നാണ് എൻ്റെ ഹൈപ്പോത്തസിസ്. അപ്പം മനുഷ്യൻ എങ്ങനെ അവൻ്റെ പാരൻസായിട്ട് ബന്ധപ്പെടുന്നു, അവൻ്റെ സുഹൃത്തുക്കളായിട്ട് ബന്ധപ്പെടുന്നു എന്നതായിരുന്നു അതിൻ്റെ ഏകമായ ഒരു ഭാഗം ഞാൻ അവതരിപ്പിച്ചത്. അപ്പോഴാണ് എൻ്റെ സുഹൃത്തുക്കൾ പലരും വിളിച്ച് പറഞ്ഞത്, അങ്ങനെ മാത്രമല്ല ഹോമോസെക്ഷുവാലിറ്റി ഉണ്ടാകുന്നത്, ജന്മന ചില ആളുകളിൽ ഹെർമോഫ്രോഡൈറ്റ്സ് ഉണ്ട്, അവർക്ക് ആണിൻ്റെയും പെണ്ണിൻ്റെയും സ്വഭാവം മിക്സ് ചെയ്ത് വരും. അങ്ങനെയുള്ള ആളുകളുടെ പരിഹാരം എന്താണ്, അവരോട് എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്ന് ഒന്നും ഞാൻ പറഞ്ഞില്ല എന്നതാണ് അവരുടെ പരാതി. അപ്പോൾ ആ പരാതി അവർ പറയുന്നത് ജെനുവിനാണ്. കാരണം ഞാൻ ബൈബിളിലെ ഒരു വാചകം ഇങ്ങനെയുണ്ട്, ജന്മന ഷണ്ടന്മാരായവരുണ്ട്, മനുഷ്യൻ ഷണ്ടന്മാരാക്കിയവരുണ്ട്, ദൈവരാജ്യത്തെ പ്രതി സ്വയം ഷണ്ടന്മാരാകുന്നവരുണ്ട്. അപ്പം 3 കാറ്റഗറിയിൽ രണ്ടാമത്തെ കാറ്റഗറിയിൽ മാത്രം ഊന്നൽ നൽകാനാണ് ഞാൻ ശ്രമിച്ചത്. കാരണം ജന്മന ഷണ്ടന്മാരാവുക എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ സ്ത്രീയുടെയും പുരുഷൻ്റെയും ക്വാളിറ്റീസ് മിക്സ് ചെയ്ത് വരുന്നു. അതൊരിക്കൽ ഒരു എക്സ്പീരിയൻസ് എൻ്റെ മുമ്പിൽ വന്നുപെട്ടത്. ഇത് വെറും തത്വചിന്തയല്ല ഞാൻ പറയുന്നത്, അതിനുള്ള അനുഭവത്തിൻ്റെ പശ്ചാത്തലമുണ്ട്. ഒരു ഭർത്താവ് കല്യാണം കഴിഞ്ഞിട്ട് 10-20 വർഷമായി. ആളും ഭാര്യയായിട്ടുള്ള ബന്ധത്തിൽ അസ്വസ്ഥതയാണ്. അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഈ പെണ്ണിന് പീരീഡ്സ് ഇല്ല. അപ്പോൾ 20 കൊല്ലമായിട്ട് അദ്ദേഹം സെക്സിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ സ്ത്രീ പുരുഷ സെക്സാണോ ചെയ്യണേ, അതോ ഈ പെണ്ണിന് സ്ത്രീയുടേതായിട്ടുള്ള ലൈംഗികാവയവങ്ങളുണ്ടെങ്കിൽ പോലും ആ സ്ത്രീക്ക് ഇൻറ്റേർണലി അത് സ്ത്രീയല്ല. കാരണം മെൻസ്ട്രേഷൻ ഇല്ല, അതിന് ഗർഭപാത്രമില്ല, ഓവറിൽ നിന്ന് ഓവം പ്രൊഡ്യൂസ് ചെയ്യണില്ല. അപ്പോൾ അവരുടെ സെക്സ് എന്തായിരിക്കും? ഇതാണ് ചോദ്യം. അപ്പോൾ വിവാഹം കഴിയുന്നതിന് മുൻപ് ഇതറിഞ്ഞില്ല, പറഞ്ഞില്ല എന്നതൊരു പ്രശ്നമുണ്ട്. നമ്മളതിനെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. ആ പ്രശ്നത്തെ എങ്ങനെ നമ്മൾ സമീപിക്കണം? ഇത് അദ്ദേഹം തുറന്ന് പറഞ്ഞപ്പോൾ
ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി താങ്കൾക്ക് ആ പെണ്ണിൻ്റെ കൂടെ ഒരു സുഹൃത്തെന്ന പോലെ ജീവിക്കണമെങ്കിൽ താങ്കൾ സെക്സിൽ നിന്ന് സമ്പൂർണ്ണമായിട്ട് വിത്ഡ്രോ ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ആ പെണ്ണിന് സ്വാഭാവികമായിട്ട് സെക്ഷൽ ആക്ടിവിറ്റിക്ക് അർജില്ലേ. അപ്പോൾ ഇദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, ഇദ്ദേഹം അതിനെ പ്രകടിപ്പിക്കുമ്പോൾ ആ പെണ്ണിനുണ്ടാവുന്നത്, ഇപ്പോൾ ഒരാൾക്ക്, ഇപ്പോൾ ഞാൻ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ കാറിൻ്റെ മുൻപിൽ ഒരു കാലില്ലാത്ത ഒരാൾ റോഡ് ക്രോസ് ചെയ്യണു ഇഴഞ്ഞിഴഞ്ഞ്, പിന്നിൽ വരുന്ന കാറുകാരന് അത് കാണാൻ പറ്റില്ല. അപ്പോൾ പിന്നിൽ വരുന്ന കാറുകാരൻ എന്നെ നോക്കിയിട്ട് ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കരുതും, മാറടോ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എനിക്ക് മുന്നിലേക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഒരു കാലില്ലാത്ത ഒരാളെ ഇഴഞ്ഞിഴഞ്ഞ് റോഡിൽ കൂടെ ക്രോസ് ചെയ്യാണ്. അപ്പോൾ അയാൾ എന്നെ തെറി പറയാണ്, കാരണം അയാൾക്ക് കാണാനില്ല. എന്ത് നോക്കിയിട്ടോ താൻ വണ്ടി ഓടിക്കണേ, ഞങ്ങൾക്ക് പോണ്ടേ എന്നുകൊണ്ട് വീണ്ടും അയാൾ ഹോൺ അടിക്കുകയാണ്. അപ്പോൾ എനിക്ക് ദേഷ്യം വരികയാണ്. സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സിൽ വന്നത് നിങ്ങളോട് പുറത്ത് പറയാൻ പറ്റില്ലേ, പച്ചത്തെറിയാണ് വരുന്നത്. അപ്പോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരാൾ നിർബന്ധിച്ചാൽ അതിൽ നിന്നാണ് നമുക്ക് മാനസികമായ ടെൻഷൻ ഉണ്ടാവണേ. അത് വയലൻ്റായി മാറുകയാണ് ഞാൻ ആ റൂട്ടിൽ നിന്നിട്ട്. അപ്പോൾ ഈ പെണ്ണിന് സെക്സ് നടത്താനായിട്ട് താല്പര്യമില്ലാതെ ഈ ഭർത്താവ് സെക്സ് വേണമെന്ന് ഡിമാൻഡ് ചെയ്യുമ്പോൾ ആ പെണ്ണിന് ഉണ്ടാകുന്ന മാനസിക അസ്വസ്ഥത തീർക്കാൻ സൈക്കാട്രിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് ഗുളിക കഴിക്കുന്നുണ്ട്. ഇതാണ് പ്രോബ്ലം. ഞാൻ അദ്ദേഹത്തോട് ആ സുഹൃത്ത് ബന്ധം അവസാനിപ്പിച്ചിട്ട് ഡൈവോഴ്സ് ചെയ്തിട്ട് വേറെ കല്യാണം കഴിക്കാൻ പറയണോ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, നാളെ മുതൽ സെക്സിന് ഡിമാൻഡ് ചെയ്യരുത്. അപ്പോൾ തന്നെ താങ്കൾക്ക് 6 മാസം കഴിയുമ്പോൾ ഈ ഭാര്യ കഴിക്കുന്ന ഗുളിക അവോയ്ഡ് ചെയ്യാൻ തനിക്ക് കുറച്ചും കൂടി പീസ്ഫുള്ളായിട്ട് ഇത് ചെയ്യാം. അതിന് താൻ എന്ത് ചെയ്യണം? അതിന് താൻ സ്വയം ഷണ്ടനായിട്ട് മാറണം. ആണ് എത്തിക്കൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സ്വയം ഷണ്ടത്വം ഏറ്റെടുക്കണം. ഇതാണ് ഞാൻ അദ്ദേഹത്തോട് കൊടുത്ത അഡ്വൈസ്. അപ്പോൾ ജന്മന തന്നെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ട്, അതിൻ്റെ പ്രശ്നമുണ്ട്. അവരെ എങ്ങനെ സമീപിക്കണം എന്നതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് എൻ്റെ കയ്യിൽ ഹൈപ്പോത്തസിസുകളൊന്നും തന്നെ ഇല്ല. കാരണം എല്ലാ കാര്യത്തിലും നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. നോർത്ത് ഇന്ത്യയിലൊക്കെ നമുക്കറിയാം, അത്തരം ആൾക്കാരെ വീടിൻ്റെ പുറത്തേക്ക് കളയാണ് ചെയ്യുക. കേരളത്തിലും അത്തരം നമ്മൾ ഹിജഡ എന്ന് പറയുന്ന ആളുകൾ കേരളത്തിലില്ലേ? കേരളത്തിൻ്റെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ അവരൊക്കെ വിവാഹം കഴിക്കാതെ വീടിനകത്ത് നിൽപ്പുണ്ട്. അവരെ സമൂഹത്തിൻ്റെ പുറത്തേക്ക് തള്ളി അവരുടെ വ്യക്തിത്വത്തിന് കളങ്കം വരുത്താറില്ലേ? കല്യാണം കഴിക്കാത്ത ചേട്ടത്തിമാരായിട്ടും ചേട്ടന്മാരായിട്ടും നിൽക്കുന്ന പലർക്കും ഹോർമോൺ ഇംബാലൻസ് കൊണ്ടും ബോഡിലി സ്ട്രക്ചർ ജന്മന തന്നെ പറ്റാത്തത് കൊണ്ടും അവർ വിവാഹം കഴിക്കാതെ വീട്ടിൽ ജോലികളൊക്കെ ചെയ്ത് ആ വീടിൻ്റെ ഭാഗമായിട്ട് ജീവിക്കുകയാണ്. ഇനി ഞാൻ സംസാരിക്കുന്നത് അത്തരം ആൾക്കാരെ കുറിച്ചല്ല. അപ്പോൾ എൻ്റെ ഹൈപ്പോത്തസിസിനുള്ളിൽ അതുണ്ടായിരുന്നില്ല, അവരെ ഞാൻ ഉൾക്കൊള്ളിക്കുന്നു. ഞാൻ പരിഗണിക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും വിഭാഗത്തെക്കുറിച്ചാണ്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നതാണ് മനുഷ്യരാൽ ഷണ്ടന്മാരാക്കപ്പെടുന്നത്. അത് പണ്ട് ഇസ്ലാമിക് ഹിസ്റ്ററി പരിശോധിച്ചാൽ കാണാം, അല്ലെങ്കിൽ ലോക ചരിത്രം മുഴുവൻ ഉണ്ടായിരുന്നു. ഇസ്ലാമിക് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് റോമൻ ചരിത്രത്തിലും അല്ലെങ്കിൽ ബാബിലോണിയൻ ചരിത്രത്തിലും ഒക്കെ കാണാം. രാജാക്കന്മാർക്ക് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലും രാജാക്കന്മാർക്ക് വളരെയധികം ഭാര്യമാരുണ്ടാവും. അവരെ സൂക്ഷിക്കുന്ന ഹാരംസ്, അതിനകത്ത് കാവൽക്കാരായിട്ട് നിർത്തുക ഷണ്ടന്മാരാണ്. ആ ഷണ്ടന്മാരെന്ന് പറയുന്നത് ജന്മനാ ഷണ്ടനാവണമെന്നില്ല. അത് അവരെ ബലപ്രയോഗം മൂലം ചെറുപ്പത്തിൽ തന്നെ കാളയനെ കാസ്ട്രേറ്റ് ചെയ്യണ പോലെ, നായേനെ കാസ്ട്രേറ്റ് ചെയ്യുന്ന പോലെ അവരെ ഒടയെടുക്കുക. അവരുടെ വൃഷ്ണസഞ്ചി ചതച്ച് കളഞ്ഞ് അവരുടെ സെക്ഷൽ കപ്പാസിറ്റി കളഞ്ഞ ആൾക്കാരാണ് അവരെ അന്തപുരത്തിൽ കാവൽക്കാരായിട്ട് നിർത്തുക. പക്ഷേ അവർക്കും സെക്ഷൽ അർജുണ്ട് എന്ന് ബൈബിളിൻ്റെ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്, ചില ആൾക്കാർ തിന്മ ചെയ്യുന്നത് ഷണ്ടൻ കന്യകയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെയാണ്. തെറ്റിട്ട് ചെയ്യും, കാര്യമായിട്ട് നടക്കില്ല.
എന്ന അർത്ഥത്തിലാണ് കൈക്കൂലിക്കാർ. അതുപോലെയുള്ള തിന്മ ചെയ്ത് നന്മയുണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന എല്ലാവരെ കുറിച്ചാണ് ഈ പ്രയോഗം. ഇനി രണ്ടാമത് ഷണ്ടൻ, അതായത് ഈ ഹോമോസെക്ഷുവാലിറ്റിയിലേക്ക് വരുന്നത് മനുഷ്യൻ തന്നെ അവൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് കൊണ്ടാണ്. അടുത്ത് നടത്തിയ ഒരു പഠനത്തിൽ കേരളത്തിലെ 1000 യുവാക്കളിൽ നടത്തിയ ഒരു പഠനം തെളിയിച്ചത് അതിലെ 30% പേര്, ഇത് 2024 കേട്ടോ, ഇതിൽ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ ഒന്നും ബാധകമില്ലാത്ത ഒരു പഠനമാണ്. വളരെ രഹസ്യാത്മക പഠനമായതുകൊണ്ട് ഇതിൻ്റെ ഇൻഫർമേഷൻസ് കൈമാറാൻ എന്നെ കൊണ്ട് സാധിക്കില്ല, അത് പബ്ലിഷ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ 1000 പേരിൽ 300 പേര് ചെറുപ്പത്തിൽ മിസ്യൂസ്, ലൈംഗികമായിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടിട്ടുണ്ട്. അതാണ്. അത് മുതിർന്നവരാവണമെന്നില്ല, പിയർ ഗ്രൂപ്പ് ആവാം. 10 വയസ്സുള്ള ഒരു കുട്ടി 12 വയസ്സുള്ള ഒരു കുട്ടിയെ എന്താ പറയുക, നീലച്ചിത്രം കാണിച്ചു കൊടുത്തിട്ട് ലൈംഗികതയ്ക്ക് ഉപയോഗിച്ചാൽ എന്താ ചെയ്യുക? അല്ലെങ്കിൽ ഓറൽ സെക്സിന് ഉപയോഗിച്ചാൽ എന്താ ചെയ്യുക? അതൊക്കെ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. എന്താ അത്ര സംശയം? 40 കൊല്ലം മുൻപ് എന്നോട് ഇത് കൺവേ ചെയ്ത ആൾ മരിച്ചുപോയി. 40 കൊല്ലം മുൻപ് ഞാൻ കേട്ട ഒരു എക്സാക്റ്റ് ഐഡിയ ആണ്. ഒരു കുട്ടിക്ക് 15 വയസ്സായിട്ടും 5 വയസ്സായ കുട്ടിയുടെ വളർച്ചയുള്ളൂ. ആ കുട്ടി എന്ത് ഭക്ഷിച്ചാലും വോമിറ്റ് ചെയ്യും. അതായത് 15 വയസ്സ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? എങ്ങനെയാണ് ഈ കുട്ടിയുടെ വളർച്ചയില്ലാത്തത്? അങ്ങനെ എന്നോട് പറഞ്ഞ ഈ സൈക്കാട്രിസ്റ്റ് അല്ല, ആ കുട്ടിയെ പല പ്രാവശ്യം സൈക്കോ തെറാപ്പിക്ക് വിധേയമാക്കിയപ്പോൾ ആ കുട്ടിയിൽ നിന്ന് മനസ്സിലാക്കിയത്, ആ കുട്ടിയെ ഈ അപ്പനമ്മയും പറയുന്നത് കുട്ടി കഴിക്കണതൊക്കെ വൊമിറ്റ് ചെയ്യണമെന്നാണ്. ആ കുട്ടിയെ 5 വയസ്സുള്ളപ്പോൾ വേറൊരാൾ ഓറൽ സെക്സിനെ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ്? ഞാൻ ചോദിച്ചു. ഞാൻ അന്ന് ഇത് 82 ആ കാലഘട്ടത്തിലാണ്, 42 കൊല്ലമായി എനിക്ക് ജോലി കിട്ടിയ സമയത്താണ് ഈ കഥ ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ഇതൊരു ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് ഷെയർ ചെയ്ത് തന്നാണ്. അപ്പോൾ ഈ കുട്ടി എങ്ങനെയാണ് രക്ഷിച്ചെടുത്തതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഈ സൈക്കോളജിസ്റ്റ് എന്നോട് പറഞ്ഞ ആ കുട്ടിക്ക് ഏറ്റവും ദേഷ്യം അപ്പനോട് അമ്മോടാണ് വെറുപ്പായിരുന്നത്. ആ കുട്ടിയെ മിസ്യൂസ് ചെയ്യാൻപ്പെട്ടതിൻ്റെ സാഹചര്യം, ഈ കുട്ടീനെ വേറെ അപ്പുറത്തെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പോവാണ് ഈ അപ്പനമ്മ ജോലിക്ക് പോകുമ്പോൾ. എന്നിട്ട് ഈ കുട്ടിയെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയതെന്ന് ചോദിച്ചു ഞാൻ. പറഞ്ഞതാണ്, ആ ചേട്ടനെ മനസ്സിലാലോചിച്ചിട്ട് അവനെ അടിക്കടി മോളെ എന്ന് പറഞ്ഞിട്ട് മേശപ്പുറത്ത് അടിപ്പിക്കുകയാണ്. അത് ശരിയായ മാർഗമാണോ എന്നെനിക്കറിയില്ല. അപ്പോൾ 4-5 മാസത്തെ സൈക്കോ തെറാപ്പിയിലൂടെയാണ് ഇങ്ങനൊരു സാധനം ഹിഡനാണെന്ന് കണ്ടെത്തി ഇത് പുറത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ബോധതലത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ അപ്പനോടമ്മോടും ക്ഷമിക്കാൻ പറഞ്ഞിട്ടാണ് ഈ കുട്ടി പിന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. 1 വർഷത്തിനുള്ളിൽ 15 വയസ്സിൻ്റെ അവസ്ഥയിലേക്ക് ഈ കുട്ടി മാറിയെന്ന് പറയണത്. അപ്പോൾ ഇത്തരത്തിൽ മിസ്യൂസ് ചെയ്തപ്പെട്ടാൽ നമ്മുടെ മനസ്സും ശരീരവും വളർച്ചയും ഭാവിയും എല്ലാം നശിച്ചു പോവും. അപ്പോൾ ഒരു റിസർച്ചറുടെ, ഒരു ഗവേഷകൻ്റെ ലക്ഷ്യം എന്താ? കുറേ ഇൻഫർമേഷൻസ് അറിയില്ലല്ലേ. ഇതിലെ മനുഷ്യനാൽ ഷണ്ടനാക്കപ്പെടുന്നവർ, അല്ലെങ്കിൽ മനുഷ്യബന്ധങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളുണ്ടാകുന്നത്, അതായത് സൈക്കോസൊമാറ്റിക് ഇഷ്യൂ ആണിത്. അതായത് ആ കുട്ടിയുടെ ബന്ധങ്ങളിലുണ്ടായ ഒരു പ്രശ്നം മൂലം അതിൻ്റെ മനോവ്യാപാരത്തിൽ വന്ന ദുഃഖങ്ങൾ അടിച്ചമർത്തിയിട്ട് അതിനെ ബോഡിയുടെ ഹോർമോൺസിനും മറ്റേതിനൊക്കെ പ്രശ്നം ഉണ്ടാവുകയാണ്. അപ്പോൾ റിലേഷൻസ് ഹോർമോണൽ സ്ട്രക്ചറിനെ ചേഞ്ച് ചെയ്യും വെറുതെ. പക്ഷേ അത് ഇന്നത്തെ മോഡേൺ സൈക്കാട്രി അത് സമ്മതിക്കുന്നില്ല. ഞാൻ ഒരിക്കൽ അത് സൈക്കോളജിയും സൈക്കാട്രിയും തമ്മിലുള്ള അതിർവരമ്പ് എവിടെയാണ്? ഇതിനെല്ലാം ഫിസിക്കലി ബോഡിലി എക്സ്പെരിമെൻ്റ് കൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റൂ. അത് സൈക്കാട്രിസ്റ്റിന് ഒരു ഈഗോയിസം ഉണ്ട്. അവരെപ്പോഴും പറയുന്നത് അതിൻ്റെ ഹോർമോണൽ ചേഞ്ച്, ഡോപ്പോമീൻ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ.
ഞാൻ അതിൻ്റെ ഒരു ഇഷ്യൂയിലേക്ക് വരാം. അപ്പോൾ എൻ്റെ ഹൈപ്പോത്തസിസ് ഞാൻ മോഡിഫൈ ചെയ്യുന്നത് 3 തരം ഷണ്ടന്മാരുണ്ട്. ആദ്യത്തെ തരം എന്ന് പറഞ്ഞാൽ ജന്മന ഹോർമോണൽ ഇംബാലൻസും ഫിസിയോളജിക്കൽ സ്ട്രക്ചറിലുള്ള ചേഞ്ചും കാരണം അവർക്ക് സ്വാഭാവികമായ ഒരു കുടുംബ ബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത ഒരാളുടെ കോൺക്രീറ്റ് സിറ്റുവേഷനിൽ നിന്നാണ്, അല്ലാണ്ട് ഫിലോസഫി ബുക്കിൽ നിന്നല്ല ഞാനത് പകർത്തിയെടുത്തത്. അത് കോൺക്രീറ്റ് സിറ്റുവേഷനാണ്. ആ വ്യക്തിനെ നേരിട്ട് കൺഫറൻറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻഫർമേഷൻസ് ഡയറക്റ്റാണ്. ഇത് കൈമാറാനായിട്ട്, ആരാണെന്ന് കൈമാറാനായിട്ട് എനിക്ക് എന്തില്ല, മോറൽ അതോറിറ്റി ഇല്ലാത്തത് കൊണ്ട് ഞാൻ കൈമാറാൻ തയ്യാറല്ല. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് താൻ ജന്മനാ ഷണ്ടനല്ലെങ്കിലും തൻ്റെ ഈ ഫ്രണ്ട്ഷിപ്പ്, ഭാര്യയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താൻ താൻ സ്വയം ഷണ്ടനാവാനാണ്. അപ്പോൾ ഇവിടെ പറ്റിയിട്ടുള്ള അപകടം എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ തരം ഹോമോസെക്ഷുവൽ അല്ലെങ്കിൽ സെക്ഷൽ അബറേഷൻസിന് പാരൻസായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു കാരണമാണ് എന്ന് മാത്രം ഉള്ള എൻ്റെ തിസീസ് നിങ്ങൾ സ്വീകരിച്ചാൽ മതി. അങ്ങനെയുള്ള ആ പ്രോബ്ലമുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് സൊല്യൂഷൻ ഉണ്ടാവുക എന്നതാണ് എൻ്റെ പഠനത്തിൻ്റെ ഒബ്ജക്റ്റീവ് അഥവാ ലക്ഷ്യം. പ്രോബ്ലം എന്താണ്? മനുഷ്യരാൽ ഷണ്ടനാക്കപ്പെടുന്നവർ, മനുഷ്യബന്ധങ്ങളാൽ പേഴ്സണാലിറ്റിയിലെ ഇംബാലൻസ് മൂലം ഹോമോസെക്ഷുവാലിറ്റിയിലേക്കും മെട്രോസെക്ഷുവാലിറ്റിയിലേക്കും ലെസ്ബിയനിസത്തിലേക്കും പോകുന്നവർ, അത്തരം ആൾക്കാർക്ക് നോർമൽ ലൈഫിലേക്ക് വരണമെങ്കിൽ അവരുടെ റൂട്ട് കിടക്കുന്നത് പാരൻസായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഇപ്പോൾ കുട്ടികളെ വളർത്തുന്നതിനെ പഠിപ്പിക്കുന്നതിലുള്ള പിയാഷേരെ തിയറി എന്താ? ഒരു കുട്ടി ഇൻട്രോവർട്ടും എക്സ്ട്രോവർട്ടും ഡെവലപ്ഡ് ഒക്കെ ആയിട്ട് മാറുന്നതിൻ്റെ അടിസ്ഥാനം കെടുക്കുന്നത് അവന് പാരൻസായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ആണെന്നാണ്. അപ്പോൾ ആ അറ്റാച്ച്മെൻറ്റ് തിയറിയാണ് ഞാൻ അവതരിപ്പിച്ച വിഷയത്തിൻ്റെ അടിത്തറയിൽ കിടക്കുന്നത്. പിന്നെ ചില ആൾക്കാർ പറയുന്നത് ഭക്ഷണം പോലെ തന്നെ സെക്സ് പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നവരാണ് സെക്ഷൽ കപ്പാസിറ്റി ഇല്ലാതെയും സെക്സ് വേണം എന്ന് ശഠിക്കുന്നത്. കാരണം അവർ ഫിസിയോളജിക്കലി അവർക്ക് സെക്സിന് കപ്പാസിറ്റി ഇല്ലെങ്കിലും അവർ രണ്ടുപേരെ എങ്ങനെയെങ്കിലും സെക്ഷൽ ഷണ്ടൻ കന്യകയെ ബലാത്സംഗം ചെയ്യണ പോലെ ഒരു ഗ്രാറ്റിഫിക്കേഷൻ അവർ ശ്രമിക്കട്ടെ എന്നാണ് ചിലർ പറയുന്നത്. അതിൻ്റെ അടിത്തറയിൽ കിടക്കുന്ന ഹൈപ്പോത്തസിസ് ഇതാണ്: ഭക്ഷണം പോലെ തന്നെയാണ് സെക്സ് എന്ന തെറ്റായ ഒരു ഹൈപ്പോത്തസിസാണ്. ഞാൻ അടുത്ത് ഒരു സഹോദരിയുടെ ഒരു വീഡിയോ കണ്ടു. ഭക്ഷണം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് സെക്സ്. അതിന് 3 ലക്ഷം വ്യൂവേഴ്സാണ്. കാരണം മനുഷ്യൻ്റെ ആഗ്രഹം ശരിയാണെന്ന് പറയുന്നതുകൊണ്ടാണ്. ഭക്ഷണവും സെക്സും തമ്മിലുള്ള ബന്ധം, ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന് ആരാണ് ഒരു ശാസ്ത്രീയമായിട്ട് പറയാൻ ശ്രമിച്ചത്? അത് പറയാൻ ശ്രമിച്ചത് ഫ്രോയിഡിൻ്റെ ആദ്യകാല ഗ്രന്ഥമാണ്. എന്താണ് ഫ്രോയിഡിലൂടെ ഫ്രോയിഡ് സെക്സിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കാം. ഫ്രോയിഡ്, അപ്പോൾ എൻ്റെ തിസീസിലെ മോഡിഫിക്കേഷൻ ഇതാണ്: 1, ജന്മനാ ഉള്ളവരുണ്ട്; 2, മനുഷ്യബന്ധങ്ങളാൽ പാരൻസായിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെ ഡെവലപ്പ് ചെയ്തവരുണ്ട്. അവരെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നില്ല. 3, ജന്മനാ ഷണ്ടനായവർ വിവാഹബന്ധത്തിൽ പെട്ടാൽ ആ സുഹൃത്ത് ബന്ധം നിലനിർത്തണമെങ്കിൽ സെക്സിന് അവരോട് ആവശ്യപ്പെടുകയാണെങ്കിൽ നടക്കാൻ കഴിയാത്ത കാരണമായതുകൊണ്ട് അവരുടെ മെൻ്റൽ അവസ്ഥ തകർന്നു പോവും. അതുകൊണ്ട് റിയൽ ബന്ധമാണ് തുടരുന്നതെങ്കിൽ സെക്സിന് അവരോട് ഡിമാൻഡ് ചെയ്യരുത്, സ്വയം ഷണ്ടനാകണം. ഇതാണ് എൻ്റെ ഹൈപ്പോത്തസിസ്. ഇപ്പോൾ ഒരു മനുഷ്യൻ ഡിഫറൻ്റ്ലി ഏബിൾഡായിട്ട് ജനിക്കുകയാണ്. അതായത് അവൻ്റെ IQ ലെവൽ എന്ന് പറയുന്നത് 3 അങ്ങനെയുള്ള ഒരാളെ സെക്സ് നടത്താനായിട്ട്, വിവാഹബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് ഇന്ത്യൻ നിയമം എന്താ അനുവദിക്കാത്തത്? വിവാഹബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതിൽ നിന്ന് കുട്ടി ഉണ്ടാവും, പെണ്ണുണ്ട്. ആ കുട്ടീനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വത്തിൻ്റെ പകുതിയെങ്കിലും ഈ പുരുഷനോ സ്ത്രീക്കോ ഏറ്റെടുക്കാൻ കഴിവുണ്ടാവണം. അപ്പോൾ നിയമപരമായിട്ട് തന്നെ അത്തരം ആൾക്കാർക്ക് സെക്സിൽ ഏർപ്പെടാനുള്ള സാധ്യത ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. അവന് സെക്സിന് ആഗ്രഹമുണ്ട്, അവനും നടത്തിക്കോട്ടെ
എന്ന് പറഞ്ഞ് നമ്മൾ അനുവദിക്കുന്നില്ല. അത് വിവാഹം കഴിക്കാനുള്ള കണ്ടീഷൻസിലെ ഒരു തടസ്സമാണത്. അപ്പോൾ പക്ഷേ അവരെയും അനുവദിക്കണമെന്ന് പറയാൻ കാരണം ഫ്രോയിഡിൻ്റെ ഈ തിയറിയാണ്. എന്താണ് തിയറി? ആദ്യം നമുക്ക് വിശപ്പിനെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒരു മനുഷ്യൻ്റെ വിശപ്പ് എപ്പോഴാണ് ആരംഭിക്കുന്നത്? ആ ജനിക്കുമ്പോൾ തന്നെ വിശപ്പ് ആരംഭിക്കും. ആ വിശപ്പ് ജനിക്കുമ്പോൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് ഒരു കുഞ്ഞിലെ ദാഹമായിട്ടാണ് പ്രകടിപ്പിക്കപ്പെടുക. അപ്പോൾ ആ കുഞ്ഞ് കരയും. അപ്പോൾ ആ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, കുട്ടികളെ നിരീക്ഷിച്ചാൽ കാണാം, പുസ്തകത്തിലല്ല നിരീക്ഷിക്കേണ്ട കേട്ടോ, കൊച്ചു കുട്ടികളെ നിരീക്ഷിച്ചാൽ കാണാം, അവർ സ്കൂൾ വിട്ട് വരികയാണെന്ന് കരുത്. അപ്പോൾ അവർ ചിലപ്പോൾ ദേഷ്യപ്പെടും. ടീച്ചർ അങ്ങനെയാണ്, അമ്മ എങ്ങനെയാണ്, അപ്പൻ എങ്ങനെയാണ്, എൻ്റെ കൂട്ടുകാരൻ അത് ചെയ്തു, പഠിപ്പിച്ചതൊന്നും ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് അവർ ദേഷ്യപ്പെട്ടിട്ട് വരും. ആ സമയത്ത് ഒരു ചായയും 2 ബിസ്ക്കറ്റും കൊടുത്താൽ അവരുടെ ദേഷ്യം കംപ്ലീറ്റ് പോകും. ഇതൊരു ഹ്യൂമൻ ബിഹേവിയറിൻ്റെ ഭാഗമാണ്. അതാണ് ചില പരസ്യങ്ങളിൽ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ചില മിഠായിയുടെ പരസ്യത്തിൽ സ്നിക്കേഴ്സ് എൻ്റെ പരസ്യത്തിൽ കാണാം, ഒരാൾ വയലൻ്റായിട്ട് വരുന്നു, അപ്പോൾ അവന് സ്റ്റിക്കേഴ്സ് കൊടുക്കുന്നു, അപ്പോൾ അവൻ നോർമലാകുന്നു. ഇത് ഫ്രോയിഡ് കണ്ടെത്തിയിട്ടുണ്ട്. ഫ്രോയിഡ് സൈക്കോളജിസ്റ്റും അല്ല, സൈക്കാട്രിസ്റ്റും അല്ല, അദ്ദേഹം ന്യൂറോളജിസ്റ്റാണ്. അതറിയാത്തവരാണ് പലരും എന്നെ തിരുത്താൻ വരുന്നത്. ന്യൂറോളജിസ്റ്റാണ്. ന്യൂറോട്ടിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്, ന്യൂറോൺസിൻ്റെ പ്രവർത്തനം. അപ്പോൾ അദ്ദേഹം കണ്ടെത്തി മനുഷ്യന് വിശപ്പ് വരുന്നു. ആ വിശപ്പ് വന്ന് കുറച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവണം? അത് സാഷ്യേറ്റ് ചെയ്യാൻ പറ്റാണ്ടായ ദേഷ്യം വരുന്നു. അവൻ ന്യൂറോട്ടിക് ആവണു. ഭക്ഷണം കൊടുക്കുമ്പോൾ അവൻ ഹാപ്പി ആവണു. വീണ്ടും വിശപ്പ് വരുന്നു, ന്യൂറോട്ടിക് ആവണു, ഭക്ഷണം കഴിക്കണു, അവൻ്റെ ആ ന്യൂറോസിസ് ഇല്ലാണ്ടാവണം. അപ്പോൾ ഇത് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഫ്രോയിഡ് കൊടുക്കുന്ന പേര് ഫുഡ് എൻജിൻ എന്നാണ്. ഫുഡ് എൻജിൻ. ഫുഡ് എൻജിൻ പോലെ മനുഷ്യനിൽ പ്രവർത്തിക്കുന്ന വേറൊരു സാധനമാണ് സെക്സ് എൻജിൻ എന്ന് ഫ്രോയിഡ് എഴുതി വെച്ചു. അപ്പോൾ ഫ്രോയിഡിൻ്റെ ഈ തിസീസിനെ ആരും ചോദ്യം ചെയ്യാൻ തയ്യാറാവണില്ലേ? എന്നാൽ ഞാനത് ചാലഞ്ച് ചെയ്യാണ്. ജനിക്കുമ്പോൾ ഭക്ഷണത്തിന് ആഗ്രഹമുള്ള പോലെ ജനിക്കുമ്പോൾ കുട്ടിക്ക് സെക്സിന് ആഗ്രഹമുണ്ടാവുമോ? ഇതാണ് ചോദ്യം. അതില്ല എന്ന് പറയാനായിട്ട് ധൈര്യമുള്ളവർ ലോകത്ത് ജീവിച്ചിരിക്കണ്ടേ? ഇല്ല. കാരണം നമുക്കറിയാം, ഒരു ആൺകുട്ടിക്ക് എപ്പോഴാണ് അവൻ സെക്ഷലി മെച്ചേർഡ് ആവണത്? അത് 12-13 വയസ്സാകുമ്പോഴാണ് അവനിൽ നിന്ന് സെമൻ പുറപ്പെടുന്നത്. ഒരു പെൺകുട്ടി എപ്പോഴാണ് സെക്ഷലി മെച്ചേർഡ് ആവണത്? ഇതുപോലെ 12-13 അതിൽ വേരിയേഷൻ ഉണ്ടാവാം. ശാരീരിക ഘടന, ക്ലൈമാറ്റിക് ഘടന, ഇതിനനുസരിച്ച് വേരിയേഷൻ ഉണ്ടാകാം. അപ്പോൾ അതുവരെ ഈ കുട്ടി ഫിസിയോളജിക്കലി സെക്സിന് തയ്യാറല്ല. ഫിസിയോളജിക്കലി അത് പ്രകൃതിയുടെ നിയമമാണ്. അപ്പോൾ ചിലർ പറയുന്നത് പക്ഷെ ഫ്രോയിഡ് എന്തെഴുതി? ഇത് പറഞ്ഞാൽ പിന്നെ ഫ്രോയിഡിനെ ന്യായീകരിക്കണം. കുട്ടി ഭക്ഷണം പോലെ തന്നെ സെക്സിനെ എൻജോയ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവൻ മൂത്രം ഒഴിക്കുമ്പോഴും അവന് എക്സ്ക്രീഷ്യ നടത്തുമ്പോഴും മലവിസർജനം നടത്തുമ്പോഴും അമ്മയുടെ മുലപ്പാൽ കുടിക്കുമ്പോഴും അവൻ എൻജോയ് ചെയ്യണത് സെക്സാണെന്ന് ഫ്രോയിഡ് എഴുതി വെച്ചു. അപ്പോൾ പക്ഷേ ഫ്രോയിഡ് അവസാന കാലത്ത് തൻ്റെ ഫണ്ടമെൻ്റൽ തിസീസ് പുറത്തേക്ക് എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അമ്മയായിട്ടും അവന് മൂത്ര വിസർജനം നടത്തുമ്പോഴും സെക്ഷൽ പ്ലഷർ ഉണ്ട് എന്നാണ് ഇദ്ദേഹം പറയണത്. ഇതൊരു പെർവേർട്ടഡ് ചിന്തയാണ്. പക്ഷേ നിങ്ങൾ ഒബ്സർവേഷനിൽ കണ്ടിരിക്കാം, 2 വയസ്സായ കൊച്ചുകുട്ടി അവന് ഇറക്ഷൻ കാണുന്നുണ്ടല്ലോ എന്നൊരു പക്ഷേ നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും. അത് എങ്ങനെയാണ് സംഭവിക്കുക? ഇപ്പോൾ ചില സിറ്റുവേഷനിൽ കുട്ടികളെ, ഇപ്പോൾ മാതാപിതാക്കളുടെ ജീവിതത്തിൽ അവർ തമ്മിലുള്ള ലൈംഗികത 6 മാസമായ കുട്ടി കണ്ടു കഴിഞ്ഞാൽ അറിയാതെ കുട്ടിക്ക് മാനസികമായിട്ട് ഒരു പ്ലഷർ എൻജോയ് ചെയ്യും. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ആ സമയമാകുമ്പോൾ ഈ കുട്ടി എണീക്കും. അതുകൊണ്ടാണ് ചില കാരണവന്മാർ, ബുദ്ധിയുള്ളവർ പറയുന്നത്
അപ്പനമ്മയുടെ അടുത്ത് കുട്ടികളെ കിടന്നിട്ട് അപ്പനമ്മയും സെക്സ് നടത്താൻ പാടില്ല എന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2 വയസ്സായതോ 3 വയസ്സായതോ 4 വയസ്സായതോ ആയ കുട്ടിയെ പുറമേ നിന്ന് ഒരാൾ മോട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അവനിൽ സെക്ഷൽ അർജ് ഡെവലപ്പ് ചെയ്ത് വരും. അത് മൂക്കാത്ത കായ പഴുപ്പിച്ചുകൂടെ നമുക്ക്? മൂക്കാത്ത മാങ്ങയും കായൊക്കെ പഴുപ്പിക്കാം, ടേസ്റ്റ് കുറച്ച് കുറയുന്നു മാത്രം. അപ്പോൾ ചിലർ ചോദിക്കും അങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം? ആ കുട്ടിക്ക് അത് വേണമെങ്കിൽ ആയിക്കൂടെ? സ്വയം ഭോഗം ചെയ്തുകൊണ്ട് എന്താ കുഴപ്പം? ബ്ലൂ ഫിലിം കണ്ടതുകൊണ്ട് എന്താ കുഴപ്പം? അപ്പോൾ ഈ പറയുന്നവരൊക്കെ ശാസ്ത്രീയമായി പഠനം നടത്തിയിട്ടോ അല്ലെങ്കിൽ ശാസ്ത്രീയ പഠനങ്ങളുടെ വെളിച്ചത്തിലാണോ ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ പറയുന്നത്? അല്ല. ഫ്രോയിഡിൻ്റെ തിസിസ് അനുസരിച്ചാണെങ്കിൽ എന്താ പറയുക, 3 മണിക്കൂർ കൂടുമ്പോൾ മനുഷ്യന് സെക്സ് കിട്ടിയില്ലെങ്കിൽ അവൻ ന്യൂറോട്ടിക് ആവുമെന്നാണ് ബേസിക്കായിട്ട് എഴുതി വെച്ചത്. അതുകൊണ്ടാണ് യൂറോപ്പിലെ വലിയ സെക്സ് വിപ്ലവം നടന്നത്. ഇത് ശരിയാണെന്ന് കൊണ്ട് നടക്കുന്നവർ അനേകം പേരാണ്. അപ്പം നമുക്ക് വഴിയിലൂടെ പോകുമ്പോൾ മൂത്രവിസർജനം നടത്തണ പോലെ നമുക്ക് സെക്സ് തോന്നിയാൽ 2 ആൾ തമ്മിൽ സെക്സ് ചെയ്ത് എന്താ കുഴപ്പം എന്നുള്ള, അല്ലാത്തവരൊക്കെ മനോരോഗികളായി. അങ്ങനെയാണ് കല്യാണം കഴിക്കാത്ത ആളുകൾ ന്യൂറോട്ടിക്സ് ആണെന്ന് പറഞ്ഞിട്ടാണ് യൂറോപ്പിലെ പല അച്ഛന്മാരും ലോഹുരി വെച്ചിട്ട് പോയത്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, ഭക്ഷണം പോലെയാണ് സെക്സ് എങ്കിൽ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെയൊക്കെ ഭാര്യമാർ ഇവിടെ സെക്സിന് വേണ്ടി ഓടി നടക്കുകയാണെന്നാണോ നിങ്ങൾ പറയണത്? ഇത്തരത്തിലുള്ള പച്ചക്കള്ളം മൂലമാണ് ചില ആൾക്കാർ ഇത്തരം പെണ്ണുങ്ങളെ പിന്നാലെ നടന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഹരാസ് ചെയ്ത് ചിലരെ കീഴ്പ്പെടുത്തി. അതൊക്കെ നുണയാണ്, പച്ചക്കള്ളമാണ് അത്. അപ്പോൾ ആദ്യം തന്നെ ഫ്രോയിഡിൻ്റെ തിസീസിന് തെറ്റായിരിക്കണത്, ഒരു പ്രായം കഴിഞ്ഞാലാണ് ആ സെക്ഷൽ മെച്യൂരിറ്റി എത്തുള്ളൂ. അതിനു മുൻപ് ഹ്യൂമൻ മോട്ടിവേഷനെ കൊണ്ട് അതുണ്ടാക്കാം, പക്ഷെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരില്ല. അത് മൂക്കാതെ പഴുക്കുന്ന കായകളാണ്. ആ കായകൾ തന്നിൽ തന്നെ ഫലശൂന്യമല്ലാതെ പോവും. അത്തരം ആൾക്കാർക്ക് വിവാഹബന്ധത്തിലേക്കൊന്നും ശരിക്കും പ്രവർത്തിക്കാനായിട്ടോ പ്രവേശിക്കാനായിട്ടോ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? അത് റെക്ടിഫൈ ചെയ്യണം. അത് സൈക്കോളജിസ്റ്റ് ഉണ്ട്, അത് സൊമാറ്റിക്കായിട്ട് സൈക്കാട്രിക് ആണെങ്കിൽ അതിനെ തിരുത്തണം. എന്നെ സംബന്ധിച്ച് ഞാൻ ഇക്കാര്യത്തിൽ പറയുക, ഇങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടുന്നത് മുതിർന്നവരാലാവണമെന്ന് യാതൊരു നിർബന്ധമില്ലേ. 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ സമപ്രായക്കാരാണ് ചീത്ത പുസ്തകങ്ങൾ കാണിച്ച് നമുക്ക് അറൗസൽ ഉണ്ടാക്കിയിട്ട് നമ്മളെ സെക്ഷൽ ആയിട്ട് മിസ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവർക്കെതിരെ എങ്ങനെ കേസ് എടുക്കുക? അതിങ്ങനെ പോസ്കോ കേസിൽ വരിക? ആരെയാണ് മോട്ടിവേറ്റ് ചെയ്തതെന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റുക? അപ്പോൾ അത് പോസ്കോ കേസ് എടുക്കുക എന്നുള്ളത് ഗവൺമെൻറ് കോടതികളും അതിൻ്റെ വഴിക്ക് പോട്ടെ. നമ്മെ സംബന്ധിച്ച് ഇത്തരം കേസിൽ പെട്ട ആൾക്കാരുടെ മാനസിക നിലയെ എങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് അവരെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാം, അതാണ് ഒബ്ജക്റ്റീവായിരിക്കേണ്ട ലക്ഷ്യം. അപ്പോൾ ഒരു പഠനം നടത്തുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിനെ പരിഹരിക്കുന്നതിലൂടെ ഒരു ലക്ഷ്യമുണ്ട്, അതിൻ്റെ കാരണത്തെക്കുറിച്ചുള്ള അന്വേഷണമുണ്ട്, അത് മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കലുണ്ട്, അത് മുൻകാല പുസ്തകങ്ങളെ പരിശോധിക്കലുണ്ട്, സ്വന്തം എവിഡൻസുകൾ സ്വന്തം അനുഭവത്തിൽ നിന്ന് തിരയലുണ്ട്. ഇതാണൊരു ശാസ്ത്രീയ പഠനം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രോയിഡിൻ്റെ ഈ തിസീസ് എന്ന് പറയുന്നത് മനസ്സാ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് സെക്ഷലി സംതൃപ്തി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മാസ്റ്റർബേറ്റ് ചെയ്തുകൊണ്ട് എന്താ കുഴപ്പം? ബ്ലൂ ഫിലിം കണ്ടതുകൊണ്ട് എന്താ കുഴപ്പം? ഞാൻ ജോർദാൻ പീറ്റേഴ്സൺ എന്ന് പറയുന്ന ഒരാളുടെ ഒരു പ്രസംഗം കേൾക്കാനിടയായി. നിങ്ങൾക്ക് യൂട്യൂബിൽ, അദ്ദേഹം യൂറോപ്പിലെ ഒരു കോണ്ടംപററി ബുദ്ധിജീവിയാണ്, അമേരിക്കയിലെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയാണ്, ബ്ലൂ ഫിലിം കണ്ടാൽ എന്താ കുഴപ്പം? അദ്ദേഹം പറയുന്നത്, മദ്യപിക്കുന്ന ആൾക്ക് എങ്ങനെയാണ് സന്തോഷം ഉണ്ടാവുക? ഒരു 2 പെഗ് അടിച്ച് കഴിഞ്ഞാൽ അവൻ്റെ തലയിൽ പ്ലഷർ കെമിക്കൽ വരുന്നുണ്ട്, ഡോപ്പോമിൻ. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് 2 പെഗ് അടിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അടുത്ത പ്രാവശ്യം അവന് 3 പെഗ് അടിക്കേണ്ടി വരും, അടുത്ത പ്രാവശ്യം അവന് 4 പെഗ് അടിക്കേണ്ടി വരും. അപ്പോൾ 2 പെഗ് അടിച്ചാൽ കിട്ടുന്ന പ്ലഷർ കെമിക്കലായ ഡോപ്പോമിൻ
10 പ്രാവശ്യം 2 പെഗ് അടിച്ചാൽ ആ ലെവലിലുള്ള ഡോപ്പോമീൻ വരണമെന്നുണ്ടെങ്കിൽ 3 പെഗ് അടിക്കണം. അത് കഴിഞ്ഞൊരു സ്റ്റേജ് കഴിഞ്ഞാൽ 25 പെഗ് കുടിച്ചാലും ഡോപ്പോമീനിലൊരു തുണ്ട് പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നെത്തിച്ചേരും. അപ്പം നിങ്ങൾ പറയാണ് ബ്ലൂ ഫിലിം കണ്ടിട്ട് ഒരുത്തൻ അവൻ്റെ സന്തോഷം വർദ്ധിപ്പിക്കട്ടെ. അവസാനം ഒരു സ്റ്റേജ് എത്തുമ്പോൾ അവന് സന്തോഷമേ ഇല്ലാത്ത അവസ്ഥയിലെത്താണ്. ഇത് തന്നെയാണ് മാസ്റ്റർബേഷനിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ജോർദാൻ പീറ്റേഴ്സൺ പറയുന്നത്. ഒരാളുടെ അഭിപ്രായം അത് നിങ്ങൾ പഠിച്ചു നോക്കണം. അല്ലാണ്ട് പഠിക്കാതെ ആ പെണ്ണ് പറഞ്ഞു, ഈ പെണ്ണ് പറഞ്ഞു, മൈത്രേയം പറഞ്ഞു, മൈത്രേയി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരെന്ത് പഠനം നടത്തിയിട്ടുള്ളത് ഇക്കാര്യത്തിൽ? അപ്പോൾ ഈ ഒരു കുറേ അഭിപ്രായങ്ങൾ പറയുന്നു എന്നല്ലാതെ അതിന് യാതൊരു ശാസ്ത്രീയതയില്ല, ഒരു അടിത്തറയുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യനിൽ സെക്സ്വാലിറ്റിക്ക് ഭക്ഷണം പോലെയല്ല മനുഷ്യൻ്റെ സെക്ഷ്വാലിറ്റി. ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നവരെ അവന് ഭക്ഷണം വേണം. പക്ഷെ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ അവന് സെക്സ് വേണ്ട. കാരണം 13 വയസ്സിൽ 14 വയസ്സിൽ ഇത് ആരംഭിക്കുന്നു. 30-35 വയസ്സാകുമ്പോൾ അതിനൊരു ക്ലൈമാക്സ് എത്തുന്നു. ആ ക്ലൈമാക്സ് എത്തിക്കഴിഞ്ഞാൽ ശാരീരികമായിട്ട് അവൻ്റെ സെക്സിനുള്ള കപ്പാസിറ്റി കുറഞ്ഞു വരികയാണ്. പക്ഷെ ആഗ്രഹങ്ങൾ ഇല്ലാതാകുന്നില്ല. കഴിവില്ലാതാകുകയും ആഗ്രഹങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ കഴിവിനെയും ആഗ്രഹത്തെയും സമരസപ്പെടുത്താൻ കഴിയാത്തവരാണ് പ്രായമാകുമ്പോൾ ചെറുപ്പൻ പെൺകുട്ടികളെയോ ചെറുപ്പക്കാരെയോ മിസ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണത്. അപ്പോൾ ആഗ്രഹം വർദ്ധിച്ചു വരിക. ഈ ആഗ്രഹം വർദ്ധിച്ചു വരുന്നതിന് ഇല്ലാതാക്കാനാണ് പുരാണങ്ങളിൽ ചില കഥകളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. ഞാൻ ബൈബിൾ കോട്ട് ചെയ്യുമ്പോൾ ജനങ്ങളുടെ വിചാരം ഞാൻ വർഗീയവാദിയാണെന്ന്. ഞാൻ സംസാരിക്കുന്നത് ക്രിസ്ത്യാനിയുടെ പ്രശ്നമല്ല, ഞാൻ സംസാരിക്കുന്നത് ഹിന്ദുവിൻ്റെ പ്രശ്നമല്ല, ഞാൻ സംസാരിക്കുന്നത് മുസ്ലിമിൻ്റെ പ്രശ്നമല്ല, ഞാൻ സംസാരിക്കുന്നത് മനുഷ്യൻ്റെ പ്രശ്നമാണ്. എനിക്ക് എല്ലാ ഗ്രന്ഥങ്ങളിലും ഇതിനെ വിശകലനമുണ്ട്. ഇന്ത്യയിൽ മാത്രമാണ് യയാതി പുരാണത്തിലൂടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് 100% അച്ചീവ് ചെയ്യുക എന്നത് അസാധ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് യയാതി എന്ന കഥ എഴുതി വച്ചിട്ടുള്ളത്. എൻ്റെ ദൈവാനുഗ്രഹത്താൽ, എൻ്റെ അന്വേഷണത്താൽ എന്ന് ഞാൻ പറയില്ല. അന്വേഷണത്താലാണെങ്കിൽ എൻ്റെ കഴിവുകൊണ്ടാണെന്ന് ഞാൻ പറയില്ല. ഞാൻ 12 വയസ്സുള്ളപ്പോഴാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ VS ഖണ്ഡേക്കറുടെ യയാതി എന്ന നോവൽ വായിക്കുന്നത്. ആ നോവലിൽ വായിച്ചിട്ട് എനിക്ക് ഇത്രയും കൃത്യമായിട്ട് കിട്ടിയില്ല. പക്ഷേ ഞാൻ പുരാണം തപ്പിപ്പോയി. അപ്പോഴാണ് പുരാണത്തിൽ ഇത് കണ്ടത്. യയാതി പുരാണത്തിൽ മകൻ്റെ കൂടി യൗവനം തിരിച്ചു മേടിച്ചിട്ട് പോലും യയാതിക്ക് സെക്സിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാണ്ട് മകന് യൗവനം തിരിച്ചു കൊടുത്ത് ആളും മരണത്തിന് തയ്യാറാവുന്നത്. ആ കഥയിലൂടെ മനുഷ്യനെയാണ് പഠിപ്പിച്ചു തരുന്നത് എന്തെന്ന്. 100% സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു നുണയാണ്. അതിലൊരു ശാസ്ത്രമില്ല, അതിലൊരു മണ്ണാങ്കട്ടയില്ല. ഹ്യൂമൻ ഫിസിയോളജി അനുസരിച്ച് മനുഷ്യൻ്റെ കഴിവ് 0-യിൽ നിന്ന് ഗ്രോ ചെയ്ത് 14 എത്തുമ്പോൾ ഒരു സ്റ്റേജ് എത്തുന്നു. 20, 22, 30, 35 ആകുമ്പോൾ ക്ലൈമാക്സ് ആവുന്നു. അതിൽ റേഞ്ച് ഉണ്ടാവാം. 50 വയസ്സ് വരെയുള്ളവരുണ്ടാവാം, 40 വയസ്സ് വരെയുള്ളവരുണ്ടാവാം. അത് കഴിഞ്ഞ് കപ്പാസിറ്റി ഡിക്ലൈൻ ചെയ്യുന്നു. അല്ലെങ്കിൽ 90 വയസ്സായ ആളെ 18 വയസ്സുകാരത്തി പെൺകുട്ടിക്ക് കല്യാണം കഴിച്ചു കൊടുത്തൂടെ? ആ സമയം വരുമ്പോൾ എല്ലാവരും പറയും അത് പാടില്ല. കപ്പാസിറ്റി ജനനം വരട്ട് മരണം വരെ ഈക്വലാണെങ്കിൽ പിന്നെന്താ 18 വയസ്സായ പെൺകുട്ടീനെ 90 വയസ്സായ അപ്പാപ്പൻ കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം? ഈ ഫ്രോയിഡിൻ്റെ തിയറി അനുസരിച്ച് എങ്ങനെയാണ് അബ്ദുൽ കലാമിൻ്റെ എക്സിസ്റ്റൻസിനെ വ്യാഖ്യാനിക്കാൻ പറ്റുക? അബ്ദുൽ കലാം ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ശാസ്ത്രത്തിന് വേണ്ടിയിട്ടും ജീവിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം തൻ്റെ സെക്ഷൽ അർജം മറന്നുപോയതാണ്. ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? പല കുടുംബങ്ങളിലും ചില സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ അപ്പം മരിച്ചു പോയ അനിയന്മാരെ വളർത്താൻ വേണ്ടിയിട്ട് ഇതൊക്കെ മറന്ന് ജീവിക്കുന്നവരുണ്ട്. അവരെയാണ് ദൈവരാജ്യത്തിന് വേണ്ടി ഷണ്ടന്മാരായിട്ടുള്ളവരെന്ന് പറയണത്. അവരൊക്കെ രാത്രി കഴിഞ്ഞ് വല്ലവരുടെ അടുത്തേക്കും
പോവാണ്, സ്വയം ഭോഗം ചെയ്യാണ് എന്നൊക്കെ അസ്യൂം ചെയ്താൽ അതൊക്കെ വെറും തെറ്റിദ്ധാരണയുടെ പേരിൽ മാത്രമാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്ക് ഭക്ഷണം കഴിക്കുന്ന പോലെ സെക്സ് നടത്താനായിട്ട് സാഹചര്യമുണ്ട്. അദ്ദേഹം 24 മണിക്കൂറിൽ 22 മണിക്കൂർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ തിസീസിൽ എങ്ങനെയാണ് ഉൾക്കൊള്ളിക്കാൻ പറ്റുക? ഈ അനേകായിരം സന്യാസിമാർ ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്, അനേകായിരം. അവരൊക്കെ എങ്ങനെയാണ് തൻ്റെ സന്യാസമൊക്കെ ജീവിച്ചു പോയത്? അല്ലെങ്കിൽ ക്രിസ്തു മതത്തിലെ അനേകം വൈദികരും സിസ്റ്റേഴ്സുണ്ട്, അവരൊക്കെ സെക്സിന് വേണ്ടിയിട്ട് അർജയാണോ? ഈ പറഞ്ഞ വിഭാഗങ്ങളിലെല്ലാം സെക്സിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടാകാം, തെറ്റ് ചെയ്യുന്നവരുണ്ടാകാം. അവർക്ക് 13 വയസ്സ് തൊട്ട് 50 വയസ്സ് വരെയുള്ള അവരുടെ ജീവിതത്തിൽ ആ വൈബ്രൻറ്റ് സെക്ഷൽ ആഗ്രഹങ്ങൾ വരുന്നുണ്ടാകാം. അത് ഇല്ല എന്ന് പറയുന്നതാണ് നുണ. പക്ഷെ അതിനെങ്ങനെ സാമൂഹ്യ സാഹചര്യവുമായിട്ട് സമരസപ്പെടുത്തി ജീവിത ലക്ഷ്യത്തിലേക്ക് മുന്നേറുക എന്നതാണ് ദൈവരാജ്യത്തെ പ്രതി സ്വയം ഷണ്ടരാകുക എന്ന് പറഞ്ഞാൽ. സ്വർഗത്തിൽ പോകാനല്ല, ഈ രാജ്യത്തിൽ നന്മയുണ്ടാകാൻ, ഈ സമൂഹത്തിൽ നന്മയുണ്ടാകാൻ വേണ്ടി ആണ് അവരൊക്കെ സന്യാസിമാരും വിവാഹം കഴിക്കാത്തവരുമായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ കൊഹിറൻ്റായിട്ടുള്ള ഒരു അനാലിസിസ് നടത്തണമെങ്കിൽ ഫ്രോയിഡിൻ്റെ ഈ തിയറീനെ ഞാൻ തള്ളിക്കളയുന്നു. അത് മനുഷ്യ സ്വഭാവത്തിന് വിരുദ്ധമാണ്. മാത്രമല്ല, അനേകായിരം പുരുഷന്മാർ, കേരളത്തിലുള്ളവർ ഗൾഫിലും അമേരിക്കയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അവരുടെ ഭാര്യമാർ സെക്സിന് വേണ്ടി ഓടി നടക്കുകയാണെന്നുള്ള മൂഢധാരണ ഇനിയെങ്കിലും കളയണം. അവരൊക്കെ സന്തോഷപ്രദമായിട്ടുള്ള ജീവിതമുണ്ട്. അവരൊക്കെ കുടുംബത്തിന് വേണ്ടിയിട്ടും രാഷ്ട്രത്തിന് വേണ്ടിയിട്ടും ഭാവിക്ക് വേണ്ടിയിട്ടും മക്കൾക്ക് വേണ്ടിയിട്ടും സ്വയം ഷണ്ടരാകാൻ തീരുമാനിച്ചവരാണ്. അവരാഗ്രഹത്തെയും സാഹചര്യങ്ങളെയും സമരസപ്പെടുത്തിയവരാണ്. അങ്ങനെ വളർത്താൻ, കുട്ടികളെ വളർത്താനും ഭാവി തലമുറയെ വാർത്തെടുക്കാനും ഉള്ള സഹായകമായി ഈ എപ്പിസോഡ് തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിലും കുറവുകളുണ്ടാകാം. നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് ഞാൻ ഇനിയും ഇതിനെ വികസിപ്പിക്കാൻ തയ്യാറാണ്. താങ്ക് യു.